ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അല്ല, ഇന്നലെ അരുൺ വരുന്നത്? ആ അതെ ജി. ആ രാവിലെ എത്തുമെന്നാ പറഞ്ഞേ. എന്നാലും കഷ്ടമുണ്ട് ട്ടോ, ഒരു ഫോട്ടോ പോലും കാണാതെ. അതല്ലേ രസം. ഇനിയിപ്പോ നേരിട്ട് കാണാലോ. അല്ലേ ജി, അമ്മ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. കിടക്കാണോ? അമ്മയോട് ഞാൻ പോയെന്ന് പറയണേ. ആ ഞാൻ പറഞ്ഞേക്കാം. അമ്മയ്ക്ക് എന്തോ ഒരു ക്ഷീണം പോലെ. കിടക്കാണേ. ഇനി മോൾ അങ്ങോട്ട് പോവണ്ട, കിടന്നോട്ടെ. ഇല്ലേ ജി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അമ്മ കിടന്നോട്ടെ. എണീക്കുമ്പോ ഞാൻ പോയെന്ന് പറയണേ. ആ ശരി മോളെ, സൂക്ഷിച്ചു പോണേ. പിന്നെ ഒരുപാട് ടൈമൊന്നും ആവരുതേ. ഇല്ലേ ജി, ഞാൻ വേഗം എത്തും. എന്നാ ശരി, ബൈ. അമ്മ, ഞങ്ങളെ ലഞ്ച് ബോക്സ് എന്തേ? അതൊക്കെ അമ്മ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ, സിറ്റ് ഔട്ടിൽ നിങ്ങളെ ബാഗെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പോവാനായില്ലേ? ആ ആയമ്മേ. പാറുസേ, എക്സാം നല്ലോണം എഴുതിക്കോളണേ. ആ ശരി അമ്മേ. ദേവു, നന്ദു, ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനേ. ആ ശരി അമ്മേ. ഓൾ ദി ബെസ്റ്റ്. ദേവു, പാറു, ദാ വരുന്നു. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. തുമ്പിയൊക്കെ എത്തിയിട്ടുണ്ട്. ആ ശരി. ഡാ, നീ എക്സാമിന് വല്ലതും പഠിച്ചോ? ബെസ്റ്റ്, എന്നോടാണോ നീ ചോദിക്കുന്നേ? വേറെ ആരോട് ചോദിക്കാൻ തോന്നിയില്ലേ നിനക്ക്? അപ്പോ നീ പഠിച്ചിട്ടില്ലേ? നന്ദു, നീയോ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. ആ, നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുന്നവനാണ് നീ പഠിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് ഞാൻ ദേവനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. വേണ്ട, നീ ഇപ്പൊ എന്തിനാ അവളോട് ചോദിക്കുന്നേ? നിന്റെ പ്ലാനിംഗ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യടാ, അങ്ങനെ നീ ദേവനോട് സംസാരിക്കണ്ട. അല്ലെങ്കിൽ എക്സാമിന്റെ ടെൻഷനിലാ ബാക്കിയുള്ളവര്. അതിന്റെ ഇടയിൽ കൂടെ അവന്. ആഹാ, നന്ദു, അങ്ങോട്ടൊന്ന് നോക്ക്, നിന്റെ ബെസ്റ്റ് വരുന്നു. ഈശ്വര, ഈ പിശാച് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? ഓ, അവക്ക് വരാൻ കണ്ട ഒരു നേരം. ഹായ് നന്ദു. ഓ, ഈ ജൂഹി പിശാചിന് വരാൻ കണ്ട നേരം. ഈശ്വര, തുമ്പിത് കാണാതെ നിക്കട്ടെ. നന്ദു, നീ എന്താ ആലോചിക്കുന്നേ? എക്സാമിനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ജൂഹി, എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഞാനിപ്പോ വരാവേ. നീ പഠിക്കാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ മതി. നിന്റെ അടുത്ത ബെഞ്ച് തന്നെ ഞാനും. ഓ പെട്ട്.